Hi students, welcome to our online class. So in the last lecture we discussed the variational method and I completed it. Okay, so we can start our new topic today and that is Wkb method. Okay, Wkb method, right. Another method of solving approximation, another way of approximation. Okay, so ആക്ച്വലി നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലേ, മെയിൻലി നമുക്കിപ്പോൾ ഷ്രോഡിഞ്ചറെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസാണ് അല്ലേ. അപ്പോൾ ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കറക്റ്റ് സൊല്യൂഷൻസ് ഒബ്റ്റൈൻഡ് അല്ലാത്ത പ്ലേസുകളിൽ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ് ടെക്നിക്ക് അപ്ലൈ ചെയ്യണം. സോ ഫാർ വി ഡിസ്കസ്ഡ് അബൌട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അല്ലേ. ടൈം ഇൻഡിപെൻഡൻറ്റിനെ പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മളിപ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മുഴുവനും ടൈം ഇൻഡിപെൻഡൻ്റ് കാര്യമാണ്. അപ്പോൾ പെർട്ടർബേഷൻ തിയറി നമ്മൾ കണ്ടു, എങ്ങനെയാണെന്ന് കണ്ടു അല്ലേ. ആൻഡ് ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വി നോ ഹൗ ടു സോൾവ് ബൈ യൂസിങ് പെർട്ടർബേഷൻ തിയറി, റൈറ്റ്. ആൻഡ് ലേറ്റർ വി ഹാവ് ഫൗണ്ട് ദാറ്റ് variation method. Okay, and we now know how to solve by using variation method. Okay, taking a trial wave function and so on, right. Whatever, today we are moving on to the next part and this is the last method of time independent approximation technique. Okay, അപ്പോൾ ടൈം ഇൻഡിപെൻഡൻറ്റിലെ അവസാനത്തെ ടെക്നിക്കാണ് നമ്മൾ പഠിക്കുന്നത് WKB. അപ്പോൾ WKBയുടെ കഴിഞ്ഞാൽ നമ്മൾ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. മൂന്നാമത്തെ മൊഡ്യൂള് ഫുള്ള് ഞാൻ എടുക്കേണ്ടതല്ല, ഇനി നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ തന്നെ ഫുൾ എടുക്കും, എല്ലാം ഹാഫ് പോർഷൻ ഷാനിബ മിസ് എടുക്കും, വാട്ടെവർ. അപ്പോൾ എന്തായാലും WKBയുടെ കഴിഞ്ഞാൽ നമ്മുടെ ആ സെക്കൻഡ് മൊഡ്യൂൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നീടുള്ളത് ടൈം ഡിപ്പെൻഡൻറ്റിൻ്റെ ഒരു 12 അവറിൻ്റെ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററാണ് 20 അവർ, അതാണ് ഏറ്റവും വലിപ്പമുള്ള നിങ്ങളുടെ ക്വാണ്ടം മെക്കാനിക്സ് ഏറ്റവും വലിപ്പമുള്ള ചാപ്റ്ററാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡും 12 അവറിൻ്റെയാണ്, അതിലൊരു ഹാഫ് കഴിഞ്ഞു, ബാക്കി ഹാഫ് WKBയുടെ പാർട്ട് അല്ലേ, അതുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂളും കഴിയും. സോ നമ്മൾ ഒട്ടും പറയലൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ എന്തായാലും മുമ്പിലുണ്ട്. നിങ്ങളിനി അത് കാണുക, പഠിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള നിങ്ങളുടെ പണി മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുക. എനിക്ക് സെക്കൻഡ് സെം എക്സാം വരും, ഡോൺ വറി. ഇത് വീഡിയോ ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ കുത്തിരുന്ന് കാണാം, സംശയങ്ങൾ ക്ലിയർ ചെയ്യാം, റിപ്പീറ്റ് ആയിട്ട് കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം, റൈറ്റ്. സോ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുവാണ്. ഞാനിപ്പോൾ 2ാമത്തെ ഇമെയിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്, എൻ്റെ 1ാമത്തെ മെയിലില്ല, ഗൂഗിൾ ഡ്രൈവ് ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ 2ാമത്തതും ഫുള്ളാകുമ്പോൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സോ പഴയ വീഡിയോസൊക്കെ പറ്റുന്നത് പോലെ ഡൗൺലോഡ് ആക്കിയിടുക. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തോളേ. ഏതെങ്കിലും 1-2 ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, യു ക്യാൻ ചെക്ക് ഇറ്റ്. വേറെ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, എനിവേ നമുക്ക് ഇനി WKBയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ, സെക്കൻഡ് സെമ്മൊക്കെ അതിൻ്റെ വഴിക്ക് കഴിഞ്ഞോളും, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യെസ്, WKB മെത്തേഡ് ആക്ച്വലി അത് 3 സയൻറ്റിസ്റ്റുകളുടെ നെയിമിലാണ്, വെൻസൽ, ക്രാമർ ആൻഡ് ബ്രില്യുയിൻ, 3 സയൻറ്റിസ്റ്റുകളുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് പേരാണ് ഇതിനുള്ളത്. എനിവേ ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ വിടാം, ഇതൊരു സെമി ക്ലാസിക്കൽ അപ്രോച്ചാണ്. ഓക്കെ, അഥവാ ഇതിന് മറ്റൊരു പേരുമാണ് നമുക്ക് പറയാം, സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ. ഓക്കെ, അപ്പോൾ WKB അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ, അങ്ങനെ ഏത് പേരിൽ നമുക്കതിനെ പറയാം. ഓക്കെ, വൈ ദിസ് ഈസ് സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ ദാറ്റ് വി വിൽ സീ ലേറ്റർ. ഓക്കെ, വൈ ഐ കോൾ ഇറ്റ് ദിസ് നെയിം സെമി ക്ലാസിക്കൽ, ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ ഓൺ ദി ക്ലാസ്, റൈറ്റ്. എനിവേ ഇവിടെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ഇത് എവിടെയാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്നത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മറ്റു കാര്യങ്ങളിൽ കിടക്കാം, റൈറ്റ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു 1 ഡയമെൻഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്ഥലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യം വരിക. സെമി ക്ലാസിക്കൽ മെത്തേഡാണ്, റൈറ്റ്. എനിവേ നമ്മൾ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷനാണ് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാനുള്ളത് അല്ലേ. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എഴുതി വെക്കണം, സോൾവ് ചെയ്യണം. ഷ്രോഡിഞ്ചേഴ്സിൻ്റെ ഏത് മെത്തേഡാണ്, ടൈം ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ടൈം ഇൻഡിപെൻഡൻറ്റ്. ആ ഷ്രോഡിഞ്ചറുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് മെത്തേഡ് H=E ആണ്, റൈറ്റ്. അങ്ങനെ സിമ്പിളായിട്ട് പറയുമെങ്കിലും യു ഷുഡ് നോ ദി ഓപ്പറേറ്റർ ഓഫ് H, ദ ഫോം ഓഫ് H. H ഈസ് എൻ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ psi, ഗിവ്സ് യു ദി എനർജി E ഇൻ ടു ദിസ് വേവ് ഫംഗ്ഷൻ psi. അങ്ങനെയല്ലേ, റൈറ്റ്. സോ വാട്ട് ഈസ് H?
Yeah, I hope you remember the form of H or H psi equal to E psi or the Schrodinger's equation, steady state of Schrodinger's equation or the time independent form of Schrodinger's equation എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണം സെയിം സാധനമാണ് അല്ലേ. ടൈം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ്. ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി പഠിച്ചത് ഫോമിനല്ല ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്, എച്ച് സൈ ഈക്വൽ ടി സൈ ഫോമിലേക്ക് മാറ്റി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലിസൺ. സോ it is like this, minus h cut square by 2m. വൺ ഡയമെൻഷണൽ പ്രോബ്ലം ആണ് മെയിനായിട്ട് നമ്മുടെ ഒരു എയിം. സോ ഞാനിവിടെ എല്ലാ ഡയമെൻഷനും എന്നില്ല, ജസ്റ്റ് വൺ ഡയമെൻഷൻ. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി സൈ ഈക്വൽ ടു ഇ സൈ. റൈറ്റ്, സി ഇവിടുന്ന് സൈ പുറത്തെടുത്താൽ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി, ദാറ്റ് ഇസ് അവർ എച്ച് കൈൻ ടി പ്ലസ് വി അല്ലേ. അപ്പോൾ എച്ച് സൈ ആണത് ഈക്വൽ ടു ഇ സൈ, ആ ഫോമിലാണുള്ളത്. നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവുക എച്ച് കട്ട് സോറി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഓക്കെ, അത് ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ഈ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ എടുത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഉത്തരം കിട്ടും, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, എനിവേ നമുക്ക് നമ്മൾ ഓപ്പറേറ്റർ അതായത് ഐഗൻ വാല്യൂ ഇക്വേഷൻ്റെ ഫോമിലാണ് വേണ്ടത്, സ്റ്റഡി സ്റ്റേറ്റ് ഫോം എച്ച് സൈ ഈക്വൽ ടു ഇ സൈ ഫോമിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. റൈറ്റ്, അപ്പോൾ പലർക്കും ഈ ശരിക്കും അതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ പഠിച്ചാൽ വരുന്ന കുഴപ്പം, ഇങ്ങനെ എഴുതിയാലും ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും അത് രണ്ടും രണ്ടായിട്ടൊക്കെ തോന്നും. റൈറ്റ്, ദേ ആർ സെയിം ഇക്വേഷൻ ഇൻ ഡിഫറൻറ്റ് ഫോംസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, എനിവേ നമ്മുടെ ഷ്രോഡിഞ്ചേഴ്സ് സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഇസ് ഹിയർ. ആക്ച്വലി ഇപ്പോൾ ഞാനൊരു ടിപ്പിക്കൽ ഒരു എനർജി ആൻഡ് പൊട്ടൻഷ്യൽ സോറി എക്സ് പൊസിഷനും പൊട്ടൻഷ്യലും ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കാം, ഒരു പാർട്ടിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സിസ്റ്റം. ഓക്കെ, സപ്പോസ് യു കൺസിഡർ എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ പൊട്ടൻഷ്യൽ, അത് നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ആണെന്ന് വിളിക്കാം. ഓക്കെ, സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, വി, അത് ഇപ്പോൾ വി ഈസ് ലെസ് ദാൻ ഇ ആണെങ്കിൽ, പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജിയേക്കാൾ കുറവാണ് ഇ എങ്കിൽ നമ്മൾ ആ റീജിയനെ ക്ലാസിക്കൽ റീജിയൻ എന്ന് വിളിക്കുക. വാട്ട് വി കോൾ ക്ലാസിക്കൽ റീജിയൻ. അവിടെ പൊട്ടൻഷ്യൽ ഇയേക്കാൾ കുറവാണ്. റൈറ്റ്, എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന് എനർജി ഉണ്ട്, ഇറ്റ് ക്യാൻ മൂവ്. റൈറ്റ്, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു റീജിയന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സൊല്യൂഷനൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ സൊല്യൂഷനൊക്കെ നമുക്കറിയാം. തിരിച്ച് ചില സിറ്റുവേഷൻസ് വരാം, വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ, അവിടെ നമുക്ക് എന്താണ് അതിൻ്റെ ഫോം എന്നുള്ളത്, സൊല്യൂഷൻ്റെ ജനറൽ ഫോം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ്, എന്നിട്ട് ക്ലാസിക്കൽ രീതിയിലേക്ക് കിടക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ വിചാരിക്കുക ഇ ഗ്രേറ്റർ ദാൻ വി. ഓക്കെ, ഞാനിതിനെ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ വരിക, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് സൊല്യൂഷൻ മനസ്സിലാവുന്നില്ല എങ്കിൽ, ഡിഗ്രിയിലാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളതെങ്കിൽ യു ജസ്റ്റ് റീഅറേഞ്ച് ദിസ് ഇക്വേഷൻ. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. റൈറ്റ്, ഈ സൈഡ് ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് വി മൈനസ് ഇ ഇൻറ്റു സൈ വന്നു. 2m ബൈ എച്ച് കട്ട് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇ മൈനസ് വി ആവും. ഇവിടുത്തെ മൈനസ് പോയിട്ട് ഇവിടെ എന്താവും, ഇ മൈനസ് വി. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണിത്, ഒന്ന് റീഅറേഞ്ച് ചെയ്തത് മാത്രം. യു സപ്പോസ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി, ഇ വലുതാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഐ കോൾ ദിസ് ടേം ആസ് കെ സ്ക്വയർ ഈക്വൽ ടു 2m ഇ മൈനസ് വി ബൈ എച്ച് കട്ട് സ്ക്വയർ. ഓക്കെ, ഐ കോൾ കെ സ്ക്വയർ. ഈ ടേമിന് എന്ത് വിളിക്കുന്നു, കെ സ്ക്വയർ. ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ടേമിന് എന്ത് വിളിക്കുന്നു, കെ സ്ക്വയർ. ഓർ കെ എന്ത് കിട്ടും അങ്ങനെയാണെങ്കിൽ, റൂട്ട് ഓഫ് 2m ഇ മൈനസ് വി ബൈ എച്ച് കട്ട് സ്ക്വയറിൻ്റെ റൂട്ട് എച്ച് കട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കെ. റൈറ്റ്, ഓർ ദിസ് ടേം ഇസ് കെ സ്ക്വയർ. കെ സ്ക്വയർ കൊടുത്താൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതാം,
d square psi by dx square plus k square. ഇത് ടേം എന്താണ്? k square ആണ് into psi equal to 0. So this is a very non-differential equation for you with the non-solution. നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ അറിയാം അല്ലേ? What was the solution? Tell me. Psi equal to psi of x എന്ന് കിട്ടും, വൺ ഡയമെൻഷൻ അല്ലേ? Psi of x equal to some constant a e raised to I kx plus b e raised to minus I kx. Right. Generally ഇതിനെ ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ട് നമുക്കിത് ഇങ്ങനെ എഴുതിയാൽ മതി. Okay. So general solution for this differential equation is known to us. It is a sinusoidal function. Okay. Or psi of x is a e raised to plus or minus I kx. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് സൊല്യൂഷൻ വിത്ത് a is the amplitude. Okay. Clear അല്ലേ? Right. Okay. Now ഇത് ഈ പ്ലസ് ഓർ മൈനസ് എയുടെ കൂടെ അല്ലേ? e raised to plus or minus I kx. Okay, fine. With k having value this root of 2m e minus v by h cut. Clear അല്ലേ? Right. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊന്നുമില്ല, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി. If e is greater than v, solution is this. അത് നിങ്ങൾ ആലോചിക്കണ്ടു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ e greater than v ആണെങ്കിൽ ക്ലാസിക്കൽ റീജിയൻ. റൈറ്റ്. psi of x is a e raised to plus or minus I kx. ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ, മൈനസ് I kx എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മേഷൻ എടുക്കും, a e raised to I kx പ്ലസ് b e raised to minus I kx ആയിരിക്കും. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ. ദീസ് തിങ്സ് ആർ ഡെഫിനറ്റ്ലി ഡിഗ്രി ലെവൽ ആൻഡ് വി നോ. റൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു വാല്യൂ എപ്പോഴും ഓർമ്മ വേണം, കെയുടെ ഈ വാല്യൂ. ഓക്കെ, അതെന്തായാലും ഓർമ്മ വേണം. ഇവിടെ ഇ മൈനസ് വി ഇവിടെ നോക്കുക നിങ്ങൾ, ഇ ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ ഇ മൈനസ് വി ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സോ കെ ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. ഓക്കെ. നൗ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയ മറ്റൊരു കാര്യം, കെയും നമ്മുടെ വേവ് ലെങ്ത്തുള്ള റിലേഷൻ ഉണ്ട്. കെ ഈക്വൽ ടു കെ ഈക്വൽ ടു 2π ബൈ ലാംഡയാണ്. ഓക്കെ. അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്ത് വരും? 2π by k. ഓക്കെ. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലാണെന്ന് ആരോപിച്ചിട്ടാണ് അല്ലെങ്കിൽ എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അല്ലേ? പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ്. നൗ യു ലിസൺ, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് അല്ല എന്ന് വിചാരിക്കുക. ഓക്കെ. പൊട്ടൻഷ്യൽ എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് വേരീസ്. ബട്ട് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത്തിൽ ഒരു ലാംഡയിൽ പൊട്ടൻഷ്യൽ വേരിയേഷൻ ഇല്ല. പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ്, ബട്ട് പാർട്ടിക്കിളിൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ ഞാൻ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ആ സ്മോൾ വേരിയേഷനിൽ, ആ സ്മോൾ ലെങ്ത്തിൽ, അതായത് സ്മോൾ വേവ് ലെങ്ത് അല്ലേ, ആ ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അവിടെയും നിങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെ തന്നെയായിരിക്കും? ദാ ഇ റേസ് ടു I kx എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എഴുതാം. ദാറ്റ് മീൻസ് സൊല്യൂഷൻ എന്തായിരിക്കും? സൈനസോയിഡിലായിരിക്കും. ഞാൻ ഇ റേസ് ടു എഴുതിയിട്ട് ഞാനെന്താ ഈ സൈനസോയിഡിൽ എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. ഈ സൊല്യൂഷനാ ഇ റേസ് ടു ഐ ഉണ്ട്, ഈ ഐ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇ റേസ് ടു കെ എക്സ് ആണ്, ദാറ്റ് ഇസ് എക്സ്പോണൻഷ്യൽ, നോ പ്രോബ്ലം. ബട്ട് ഇവിടെ ഇ റേസ് ടു I kx ആണ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പോണൻഷ്യലി അല്ല. എന്താണത്? ആ വേവ് ഫംഗ്ഷൻ വേരി ചെയ്തത് സൈനസോയിഡിലാണ്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ പൊട്ടൻഷ്യലി കോൺസ്റ്റൻ്റ് ആണെന്ന് എടുത്തപ്പോഴാണ് സൈനസോയിഡിൽ വേരി ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിയത് അല്ലേ, സൊല്യൂഷൻ കിട്ടിയത്. പക്ഷേ കോൺസ്റ്റൻ്റ് അല്ല പൊട്ടൻഷ്യൽ വിചാരിക്കുക. ബട്ട് അപ്പോഴും ഒരു സാധ്യതയുണ്ട്, നമ്മൾ വേവ് ലെങ്ത്തിൽ, ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആവാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ആൻഡ് വൺ മോർ തിങ്, ഒരു വേവ് ലെങ്ത് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ വേരിയേഷനിൽ എയും അതുപോലെ നിങ്ങളുടെ സൈയും എന്ത് ചെയ്യാം? നിങ്ങളുടെ ഈ എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡും അതുപോലെ മൊമെൻറ്റത്തിന് ചെറിയ വേരിയേഷൻ വരാം. ഓക്കെ. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും? സൈനസോയിഡലായിരിക്കും. ഓക്കെ. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് സൈനസോയിഡലാണ്. ഓക്കെ. WKBൻ്റെ ബ്യൂട്ടി, നമ്മൾ WKBൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഇവിടെയാണ്. അതായത്
ഒരു വേവ് ലെങ്ത്തിൽ ഒരു പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് അല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ കൂടെ ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അപ്പോഴും നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? സൈനസോയിഡ് തന്നെയായിരിക്കും. ഓക്കെ, അവിടെയാണ് നമ്മൾ WKBയുടെ ഒരു ക്രൈറ്റീരിയ. WKB അപ്ലിക്കബിൾ ആവുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമാണ്. ഓക്കെ, ഒരു വേവ് ലെങ്ത്തിൽ നമ്മുടെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ പൊട്ടൻഷ്യൽ വേരി ചെയ്യാൻ പാടില്ല. അങ്ങനെ ആവുമ്പോഴും നമുക്ക് സൈ ഓഫ് എക്സ് എന്തായിരിക്കും? ഒരു സൈനസോയിഡൽ ഫോമിൽ ലഭിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ക്ലിയർ അല്ലേ? അപ്പം ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞേ? ഒന്നുമില്ല. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആവുമ്പോൾ സൈനസോയിഡിലാണ്. ഓക്കെ, ഫൈൻ. ഇനി പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാ? ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയാൽ മതി. ഓക്കെ, ചെറിയ വേരിയേഷൻ ആണെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത് വളരെ ചെറുതുമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേവ് ലെങ്ത് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിലും ഈവൻ എയും അതുപോലെ വേവ് ലെങ്ത്തും എന്ത് ചെയ്യാം? കെ ഇസ് റിലേറ്റഡ് ടു ദിസ്. ഓക്കെ, വേവ് ലെങ്ത് എന്ത് ചെയ്യാം? ചെറുതായിട്ട് വേരി ചെയ്യാം. അങ്ങനെ വേരി ചെയ്താലും നിങ്ങളുടെ വേവ് ഫങ്ഷൻ സ്റ്റിൽ എന്താണ്? സൈനസോയിഡിലാണ്. ഓക്കെ, അതാണ് WKBയുടെ ആപ്ലിക്കേഷൻ വരുന്ന ഭാഗം. ഓക്കെ അല്ലേ? അതിൻ്റെ ബ്യൂട്ടി അതാണ്. നമുക്കിനി അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിക്കൽ റീജിയനിലേക്ക് പോവാണ്. ഓക്കെ, ഒരു കാര്യം പറ്റി പോവാം. ഇഫ് ഇ ഈസ് ലെസ് ദാൻ വി ആണെങ്കിലോ, എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ മയക്കുവാണേ. ഓർമ്മ ഉണ്ടാവില്ലേ? സോ ഈ ലെസ് ദാൻ വി ആവുമ്പോൾ നമുക്കിത് ശ്രദ്ധിക്കുക. ഇവിടെ ഓക്കെ ഇ മൈനസ് വി ആണ്, ബട്ട് അതെന്തായിരിക്കും? ഒരു നെഗറ്റീവ് പുറത്തിടാം. ഓക്കെ, ഇവിടെ ശരിക്കും വരേണ്ടത് വി ആണ് കൂടുതൽ, വി മൈനസ് സി എന്ന്. ഓർ ഇ മൈനസ് വി ആക്കുമ്പോൾ മൈനസ് പുറത്തുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ടുള്ള e⁻IkX അല്ല. ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ ഡിഗ്രി കണ്ടതാണ്. നിങ്ങൾ പാർട്ടിക്കിളിൻ്റെ ബോക്സും പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ വെൽ, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലും നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇക്വേഷൻസ് കാണാം. റൈറ്റ്. എനിവേ ഇവിടെ ഇപ്പോൾ ഈ ലെസ് ദാൻ വി ആണ് എൻ്റെ ഷോർട്ട് ഇക്വേഷൻ. ഇങ്ങനെയാണ്. ഇവിടെ പ്ലസ് അല്ലേ മൈനസ് ആക്കിയിട്ടുണ്ട്. ഇ മൈനസ് വി ഇസ് നൗ ഫൈൻ. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? നമുക്ക് ഇതിനെ തന്നെ കെ സ്ക്വയർ എന്ന് വിളിക്കാം. നോ പ്രോബ്ലം. അപ്പോൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ d square psi by dx square minus k square psi equal to 0 എന്ന് വരും. ഓക്കെ, and definitely solution for this is psi of x equal to some constant ഏതന്നെ മറ്റല്ല, നോ പ്രോബ്ലം. e raised to plus or minus kx. again ഇത് നിങ്ങൾക്ക് e raised to kx plus b a e raised to kx plus b e raised to minus kx എന്ന് വിളിക്കാം. നോ പ്രോബ്ലം. റൈറ്റ്. ബട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരുമിച്ചിട്ട് ഇങ്ങനെ പ്ലസും മൈനസ് ഇട്ട് ഒരുമിച്ച് എഴുതി. റൈറ്റ്. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. ഇത് സൈനസോയിഡിലാണോ? ഇ റേസ് ടു കെ എക്സ് എക്സ്പോണൻഷ്യൽ ആണ്. ഓക്കെ, സോ ഫോർ ദ റീജിയൻ ഇ ലെസ് ദാൻ വി, our solution of showed in this equation or psi of x is exponential. Okay, right. But നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോം അത് ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള പെർട്ടിക്കുലർ പ്രോബ്ലംസ് ഓക്കെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഗ്രേറ്റർ ദാൻ വി ആവുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈനസോയിഡിലാണ്. ആൻഡ് ഈ ലെസ് ദാൻ വി ആവുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലാണ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. റൈറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്ലാസിക്കൽ റീജിയനിലേക്ക് പോകുന്നത് നോക്കാം. റൈറ്റ്. റിമെമ്പർ ദീസ് തിങ്സ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം, ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. ക്ലാസിക്കൽ റീജിയൻ പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് ചെയ്യും. അതിനുശേഷം രണ്ടെണ്ണം പറയാനുണ്ട്, രണ്ട് എക്സാമ്പിൾ പറയാനുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കും. ഓക്കെ, സോ എനിവേ നിങ്ങൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആൻഡ് ക്ലാസിക്കൽ റീജിയൻ തൊട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത WKBയിലെ സെക്കൻഡ് ലെക്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. ഒരു കാര്യത്തെ പറ്റി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ വിയും പറഞ്ഞിട്ടുണ്ട്, ഈ ലെസ് ദാൻ വിയും പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഇഫ് ഇ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ആണെങ്കിലോ വാട്ട് ഹാപ്പൻസ്?
ഞാൻ കെ ഇവിടെ എഴുതാം √2me - v അല്ലേ ബൈ h കട്ട്. ഇതാണ് കെ. ഇനി ലാംഡ എന്താ 2π/k1. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് if E is approximately equal to V, this is 0, K is 0. K 0 means lambda is infinity. Okay, so for this region, K goes to 0 implies lambda tending to infinity. അങ്ങനെയുള്ള പോയിന്റുകളാണ് നമ്മൾ ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. പുതിയ കുറച്ച് വാക്കുകൾ. ഓക്കെ, ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. ഓക്കെ, എന്താ വിളിക്കുക? ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. എവിടെ? ഇതാ, ഇഫ് ഇ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ആണെങ്കിൽ ദാറ്റ് മീൻസ് കെ ഈക്വൽ ടു 0, ലാംഡ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അവിടെ നിങ്ങൾക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനത്തെ ഒരു കണ്ടീഷനെ നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, ഓർ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് നോട്ട് സോൾവബിൾ അറ്റ് ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്സ്. അപ്പോൾ WKB മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയ ഉപയോഗിച്ചു WKB അപ്ലൈ ചെയ്യാൻ പറ്റൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ അല്ല എങ്കിൽ അങ്ങനത്തെ പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. 1 ഡയമെൻഷനൽ ആയിരിക്കും മിക്കവാറും. അങ്ങനെയാണെങ്കിൽ കൂടെ ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴും സൊല്യൂഷൻ്റെ ഫോം സൈനസോയിഡലാണെങ്കിൽ സൈനസോയിഡലായിട്ടും എക്സ്പോണൻഷ്യലാണെങ്കിൽ എക്സ്പോണൻഷ്യലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് there are some regions with E is equal to V approximately. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റുകൾ ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. അവിടെ K 0 ആവുന്നതുകൊണ്ട് ലാംഡ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. You can't solve Schrodinger's equation at all, or WKB method goes tough at that point. എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതാണ് WKB മെത്തേഡിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട്. എന്തെന്ന്? ഇങ്ങനെയുള്ള റീജിയനാണ് ഈ ടേണിംഗ് പോയിന്റ്സിനെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതർവൈസ് ഈ WKB വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ WKB നമുക്ക് ടഫാവുന്നത് ഇങ്ങനെയുള്ള റീജിയൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു പെട്ടെന്നൊരു ഗ്രാഫ് വരയ്ക്കാം. നോക്കണേ, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് പൊട്ടൻഷ്യൽ, ദിസ് ഈസ് ദി ടോട്ടൽ എനർജി ആൻഡ് ദിസ് ഈസ് വി. അപ്പോൾ നിങ്ങൾ നോക്ക്, എന്താ ഈ ഒരു പോയിന്റ്, ഈ മറ്റൊരു പോയിന്റ് ഞാൻ ഇതിനെ A1 A2 എന്ന് വിളിക്കാം. ചുമ്മാ നിങ്ങൾ നോക്കുക, ഈ A1 A2 ഇടയിൽ ഈ റീജിയനിൽ V ഈസ് ലെസ് ദാൻ ഇ. ഇതല്ലേ ഈ ടോട്ടൽ ഇ, ആ ഡോട്ടൽ ലൈനാണ്. അപ്പോൾ ഇ ലെസ് ദാൻ വി, ഇത് ക്ലാസിക്കൽ റീജിയനാണ്, നോ പ്രോബ്ലം. ബട്ട് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇത് ക്ലാസിക്കൽ റീജിയനാണ്, വി ലെസ് ദാൻ ഇ ആണ്. ഇവിടെയോ A2ൻ്റെ റൈറ്റ് സൈഡിലോ ഇനേക്കാൾ കൂടുതലാണ് വി. ക്ലിയർ അല്ലേ? ഇതാണ് ഇ, അതിനേക്കാൾ കൂടുതലാണ് വി. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള അത് നോൺ ക്ലാസിക്കൽ റീജിയനാണ്, ക്ലാസിക്കൽ റീജിയൻ അല്ല. അപ്പോൾ ഈ ക്ലാസിക്കലും നോൺ ക്ലാസിക്കലിനെയും വേർതിരിക്കുന്ന A2 എന്ന് പറഞ്ഞ ഈ പോയിന്റ് നോക്കുക. ഇവിടെ ഇയും വിയും ഈക്വലാണ്. അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ വിളിക്കുക ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്സ്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് നിങ്ങൾക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല. ആൻഡ് WKB മെത്തേഡ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് WKBയുടെ ഒരു പ്രശ്നം. ഓക്കെ, അതാണ് ഇത് ടഫായ മാർഗവും. അത് നമ്മൾ പഠിക്കും, എങ്ങനെ അത് ഈ പോയിന്റുകൾ എങ്ങനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കും, നോ പ്രോബ്ലം. ഓക്കെ, അതർവൈസ് ഈ ഒരു പോയിന്റിൽ നിങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്സ് ഒക്കെ വളരെ സിമ്പിളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അല്ലെങ്കിൽ ഇത്ര നാളും നമ്മൾ സോൾവ് ചെയ്ത കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, 1 ഡയമെൻഷണൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്. ആ റിസൾട്ടൊക്കെ ആയിട്ട് വളരെ ക്ലോസ് മാച്ചിങ് ആയിട്ടുള്ള വളരെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് WKB തരിക. ഓക്കെ, ബട്ട് ഒരു പ്രയാസം ഇത് മാത്രമേ ഉള്ളൂ. എന്തെന്ന്, ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ റീജിയൻസ് ഓരോന്നെടുത്ത് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ 2 പോയിന്റ് ടേണിംഗ് പോയിന്റ്സ് ആർ ഡേഞ്ചർ. ആ ടേണിംഗ് പോയിന്റ് നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ ടേണിംഗ് പോയിന്റിലെ സൊല്യൂഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് WKBൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 2-3 ലെക്ചർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബട്ട് ഫൈനൽ റിസൾട്ട്സ് ആർ സോ സിമ്പിൾ ആൻഡ് വെരി ഈസി ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഈ ടേണിംഗ് പോയിന്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിലും മിടുക്കരായാൽ ദെൻ നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, സോ
ക്ലാസിക്കൽ റീജിയനും വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റൈറ്റ്. സോ താങ്ക് യു.